മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിനായി കേരളത്തിൽ നിന്നുള്ള 8 അംഗ NIA സംഘം ഡൽഹിയിലെത്തി. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു DIGയുടെയും ഒരു SP-യുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത്. അവർ റാണയെ കാണുകയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തതായിട്ടാണ് സൂചന. കേരളത്തിൽ റാണ ആരെയൊക്കെ കണ്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ അന്വേഷിക്കുന്നത്. ആരൊക്കെയാണ് കേരളത്തിൽ റാണയെ സഹായിച്ചത്? കേരളത്തിൽ നിന്ന് ഈ മുംബൈ ഭീകരാക്രമണം സംഘടിപ്പിക്കുന്നതിനും അതിലേക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനും ആരൊക്കെ ഇടപെട്ടു, എന്തൊക്കെ സഹായങ്ങളാണ് അവർ ചെയ്തത് തുടങ്ങി ഒട്ടനവധി വിവരങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കാനുണ്ട്. അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഈ NIAയുടെ 8 അംഗ സംഘം കേരളത്തിൽ നിന്നും അവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കേരളത്തിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൃത്യമായി NIAയുടെ ഈ പറയുന്ന ഡൽഹിയിലെ റാണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയിൻറ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറാനും ഇവർക്ക് നിർദ്ദേശമുണ്ട്. എന്തായാലും ഈ റാണ കൊച്ചിയിൽ ഏതാണ്ട് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് 2008 നവംബർ 26-നാണ്. 21 വരെ റാണ ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൽ 16, 17 തീയതികളിലാണ് റാണ കൊച്ചിയിലുണ്ടായിരുന്നത്. കൊച്ചിയിലെ സ്വകാര്യ നക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് ഒരു ഇൻ്റർവ്യൂ, ഒരു സ്ഥാപനത്തിലേക്ക് ആളെ ജോലിക്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂ നടത്തുകയായിരുന്നു അവിടെ. ആ ഇൻ്റർവ്യൂവിനിടയ്ക്ക് ചിലർ റാണയെ കാണാൻ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിനെന്ന വ്യാജേനയാണ് അവർ എത്തിയതെന്നും NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആലുവയിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകനായ KP സാബിർ എന്നൊരാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഈ സാബിർ നേരത്തെ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിലെയും മുഖ്യപ്രതിയാണ്. അതുപോലെ തന്നെ ഈ റാണ ഇവിടുന്ന് ദുബായിലേക്ക് പോയി അവിടെ വച്ചും ചിലരെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളവും ദുബായിയും മുംബൈയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് NIA ഇപ്പോൾ നടത്തി വരുന്നത്. റാണയ്ക്ക് പറയാൻ ഏറെയുണ്ട്. D കമ്പനിയുമായിട്ടുള്ള ബന്ധം, അതിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്ക്, മുംബൈ ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിം വഹിച്ച പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ റാണയ്ക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുപോലെ തന്നെ റാണയുടെ കൂട്ടാളി ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ദാവൂദ് ഗിലാനി, ഈ സയ്യിദ് ദാവൂദ് ഗിലാനിയും കേരളത്തിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ വിവരം ഇതുവരെ NIA സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കൊലപ്പെടുത്താനായിട്ട് വന്ന ചില തീവ്രവാദികൾ, അതിൽ ഒരു ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരു വനിത ഉൾപ്പെടെ മലയാളിയായ പ്രാണേഷ് പിള്ള അഥവാ ജാവേദ് ഷെയ്ഖ്, ഒപ്പം 2 പാകിസ്ഥാൻകാരും അതിനകത്തുണ്ടായിരുന്നു, ആ കാറിലുണ്ടായിരുന്നു. അവരെല്ലാം പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു. അവർക്ക് ഗുജറാത്തിലേക്ക്, അഹമ്മദാബാദിലേക്ക് എത്താനായില്ല, മോദിയെ കാണാനുമായില്ല. അതിനു മുമ്പ് തന്നെ അവർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ, മഹാരാഷ്ട്ര പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടു. എന്തായാലും ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ റാണയ്ക്ക് പറയാൻ കഴിയും എന്നാണ് NIA പ്രതീക്ഷിക്കുന്നത്. കാരണം ഇസ്രത് ജഹാനും ഈ പ്രാണേഷ് പിള്ള എന്ന ജാവേദ് ഷെയ്ഖും ലഷ്കർ-ഇ തോയ്ബയുടെ ചാവേറുകളായിരുന്നു. ഇവരോടൊപ്പമുണ്ടായിരുന്ന 2 പാകിസ്ഥാൻകാരും ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 2 പാകിസ്ഥാൻകാരും ലഷ്കർ-ഇ തോയ്ബയുടെ ചാവേറുകളായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഇവരെ അയച്ചതിലും റാണയ്ക്കും ഈ ഹെഡ്ലിക്കും പങ്കുണ്ട്. ഈ ഹെഡ്ലിയെ അമേരിക്കയിൽ പോയി അന്ന് NIAയുടെ IG ആയിരുന്ന, പിന്നീട് നമ്മുടെ കേരളത്തിൽ DGP ആയ ലോക്നാഥ് ബെഹ്റ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ലോക്നാഥ് ബെഹ്റ ഈ വിവരം സ്ഥിരീകരിച്ചു, ഇസ്രത് ജഹാൻ ലഷ്കർ-ഇ തോയ്ബയുടെ ചാവേർ തന്നെയാണ് എന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റാണയ്ക്ക് വ്യക്തമായിട്ട് ചിലത് പറയാനുണ്ട്. ഇസ്രത് ജഹാൻ, അതുപോലെ തന്നെ ഈ പ്രാണേഷ് പിള്ള എന്ന ജാവേദ് ഷെയ്ഖ്, ഇവരുടെ 2 പേരുടെയും ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇവരുടെ പൂർവ്വ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് അതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലടക്കം കേസ് കൊടുത്ത്
വലിയ രീതിയിൽ വിവാദമാക്കുകയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ചിലരെ ഇപ്പോൾ NIA തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു അഭിഭാഷകനടക്കം ഉള്ള ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിലും ലഷ്കർ ഇ തോയ്ബയ്ക്ക് ആഴത്തിൽ വേരുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്, തടിയൻ്റെവിടെ നസീർ. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഈ തടിയൻ്റെവിടെ നസീറും അതുപോലെ തന്നെ മറ്റ് ഈ KP സാബിർ ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഈ മുംബൈ ഭീകരാക്രമണത്തിലടക്കം അവർക്കുള്ള പങ്ക് എന്താണ്, അവരെന്ത് റോളാണ് വഹിച്ചിരിക്കുന്നത്, അതുപോലെ ഇവിടെ കേരളത്തിലെ ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകൾ ആരൊക്കെയാണ്, അവർ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ NIAക്ക് റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കും. റാണയുടെ വെളിപ്പെടുത്തലുകൾ വലിയ വിസ്ഫോടനമാകും സൃഷ്ടിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, മുംബൈ ഭീകരാക്രമണത്തിനെ ഫലപ്രദമായിട്ട് അതിൻ്റെ പേരിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തി മുതലെടുക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്, ഇല്ലാത്ത ഹിന്ദു ഭീകരവാദം അടിച്ചേൽപ്പിക്കാൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റാണയ്ക്ക് പറയാനുണ്ട്. റാണ വാ തുറന്നാൽ അത് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും മുൻനിര നേതാക്കളുടെ തല തെറിക്കുമെന്ന് തീർച്ചയാണ്. അവർക്ക് പറയാൻ ഏറെ ഉണ്ട്. റാണയെ സംബന്ധിച്ച് റാണയ്ക്കും തിരിച്ച് അവരെക്കുറിച്ചും പറയാൻ ഏറെയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം റാണയുടെ വെളിപ്പെടുത്തലുകൾ ആരെയൊക്കെയാണ് പരിക്കേൽപ്പിക്കുക എന്ന്. ഇപ്പോൾ ചിലരൊക്കെ അവകാശവാദവുമായിട്ട് വന്നു കഴിഞ്ഞു. റാണ തിരിച്ചെത്തിക്കാൻ, റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ കൂടെ മിടുക്കുകൊണ്ടാണ്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നത് UPA സർക്കാരാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഈ 166 എന്നും 175 എന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും വ്യക്തമല്ല. അത്രയും പേർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു ചെറു വിരൽ അനക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരവും നിർഭാഗ്യകരവുമായ സത്യം. അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് അമേരിക്കയെ നോക്കി നിലവിളിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. നേരെ മറിച്ച് ഉറി പോലെയോ അല്ലെങ്കിൽ പത്താൻകോട്ടിൽ ഉണ്ടായപ്പോൾ സംഭവിച്ചതുപോലെയോ ഒക്കെ ഒരു തിരിച്ചടി നമുക്ക് സാധിച്ചില്ല. അത് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരാജയമാണ്, അന്ന് രാജ്യം ഭരിച്ചിരുന്നവരുടെ പരാജയമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. അതുകൊണ്ട് തന്നെ റാണയ്ക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ റാണ ചൂണ്ടിക്കാട്ടുന്ന പേരുകൾക്ക്, ആ വ്യക്തിത്വങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ രാജ്യത്ത് നടന്നതിനെക്കുറിച്ച്. ഇവിടെ നടന്ന ഗൂഢാലോചന, ഈ ആക്രമണത്തിൻ്റെ പുറകിലെ ഛിദ്രശക്തികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. റാണ ഇനിയും വെളിപ്പെടുത്താനുണ്ട്. റാണയുടെ കേരള ബന്ധം അനാവരണം ചെയ്യാനുണ്ട്. അതിന് നമ്മുടെ NIA ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.